ഈ വീഡിയോയിൽ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിനകത്ത് പാകിസ്ഥാൻ്റെ നേവൽ ചീഫ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു അൺസർട്ടനിറ്റി, പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻറ്റർണൽ കോൺഫ്ലിക്റ്റ് അൺഅവോയ്ഡബിൾ ആണ്. അത് തുടർച്ചയായിട്ട് നടക്കും, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ നേവൽ ചീഫ് അമേരിക്കയിലെത്തി അമേരിക്കൻ മിലിറ്ററി ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയും കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഈ ഒരു ടൈമിൽ ഈ പാകിസ്ഥാൻ്റെ നേവൽ ചീഫിൻ്റെ അമേരിക്ക സന്ദർശനം വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇന്ത്യയും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അടുത്ത് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടൊരു വിഷയം നടക്കുന്നുണ്ട്. അതായത് 3 ബംഗ്ലാദേശികൾ ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ബംഗ്ലാദേശിൻ്റെ അലിഗേഷൻ. ബംഗ്ലാദേശിൻ്റെ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വാസ്തവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ BSF ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽഡ് സ്റ്റോറി തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഈ 3 പേരും ബംഗ്ലാദേശിൻ്റെ ബോർഡർ കടന്ന് ഇന്ത്യയുടെ തിരിപുര എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിലേക്ക് കടന്ന് കയറി വന്ന് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കടന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇവർ മോഷ്ടിക്കാൻ വന്ന ആൾക്കാരാണ്, മോഷ്ടാക്കളാണ്. ഈ മോഷ്ടാക്കൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഇവരെ പിടിച്ച് കൈകാര്യം ചെയ്തതാണ്. അതിൽ കിട്ടിയ അടിയാണ് ഇവരുടെ മരണകാരണം. അങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇവർ ശരിക്കും കാറ്റിൽ കള്ളന്മാരാണ്. കാറ്റിൽ മീൻസ് ഈ പശു, ആട്, ഇതേപോലെ കാറ്റിൽസ് ഇല്ലേ, ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ് ഇവർ. അപ്പോൾ മോഷണക്കുറ്റത്തിൻ്റെ പേരിലാണ് ഇവരെ പൊതുജനങ്ങൾ കൈകാര്യം ചെയ്തത്. ഇതിന് ഇന്ത്യ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റിസൺസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവർ ഇതേപോലെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാന്ന് വെച്ചാൽ ബോർഡർ ക്രോസ് ചെയ്ത് വരിക എന്നുള്ളത് തന്നെ ഇല്ലീഗലാണ്. ആ പരിപാടിക്ക് തന്നെ ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരെണ്ണം വെച്ച് അങ്ങ് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതും കടന്ന് അവർ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് മോട്ടിച്ചുകൊണ്ട് പോവുക. ഇന്ത്യക്കാരുടെ ജീവനോപാധിയായിട്ടുള്ള കന്നുകാലികൾ, ഇതേപോലത്തെ പാവപ്പെട്ട ആൾക്കാരുടെ സാധനങ്ങളൊക്കെ മോട്ടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അടി കിട്ടും. ആ കിട്ടിയ അടിയിലാണ് ഇത് സംഭവിച്ചത്. ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാൾ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ബംഗ്ലാദേശ് ഇതിനെക്കുറിച്ച് UN വരെ പോയി സംസാരിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ആരോപണം ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് എവിടെയാണോ മറുപടി കൊടുക്കേണ്ടത് അവിടെ തന്നെ വെച്ച് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ട്രേഡ് വോളിയം ഈ 2025 പ്രത്യേകിച്ച് ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം, ഏപ്രിലിന് ശേഷം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ബില്യൺ റീച്ച് ചെയ്തിരിക്കുകയാണ്. $15 ബില്യൺ വർത്ത് വരുന്ന ട്രേഡാണ് ഇപ്പോൾ ബ്രസീലും ഇന്ത്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതുപോലെ ബ്രസീലിൽ ഇന്ത്യക്കാർക്കും ഇന്ത്യക്കുള്ളിൽ ബ്രസീലിയൻസിനും ഈ വിസ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വിസ സംവിധാനം ഓൺലൈനിലൂടെ വിസ അപ്ലൈ ചെയ്ത് ക്ലിയർ ആയിട്ട് നമുക്ക് പോകാം. ഓൺ അറൈവൽ വിസ വരെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വിസ സംവിധാനം എസ്റ്റാബ്ലിഷ് ആവാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 2026 ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 2026 കൂടി ഇന്ത്യക്കും ബ്രസീലിനും ഇടയിൽ ഈ വിസ അഥവാ ഓൺ അറൈവൽ വിസ ഇംപ്ലിമെൻ്റ് ആവുന്നതായിരിക്കും. NIA ഇന്ത്യക്കുള്ളിൽ ഒരു ബീഹാർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അഖ്ലഖ് മുജാഹിദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പുള്ളിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ബീഹാർ സ്വദേശിയാണ്. ഈ ബിഹാരിയുടെ പരിപാടി എന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള ലഷ്കർ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുമായിട്ട് പല രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, അതേപോലെ തമിഴ്നാടു, ഈ 2 സ്റ്റേറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഈ വ്യക്തി പ്രവർത്തിച്ചതായിട്ട് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഇതാണ് ഇന്ത്യക്കുള്ളിൽ ഇങ്ങനത്തെ ചില പുഴുക്കുത്തുകൾ ഇങ്ങനെ ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, അതായത് ഈ വിശ്വാസം മൂത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഇവരെ പെട്ടെന്ന് തന്നെ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മാനിപ്പുലേഷൻ ആകുന്നതാണ് ഇവർ. ഈ മാനിപ്പുലേഷനായിട്ട് ഈ സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് തന്നെ മാനിപ്പുലേറ്റ് ആവും. കാരണം ആ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവർക്ക്. വളരെ എളുപ്പത്തിൽ ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ മാനിപ്പുലേറ്റഡ് ആയതാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്കെതിരെ ഇപ്പം ചാർജ് ഷീറ്റ് ഇട്ട് ഇപ്പം NIA പൂട്ടിയിരിക്കുകയാണ്. ഈ പൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറേ എണ്ണത്തിനെ ബോംബ് വെച്ച് തകർത്തേനെ. ഇതുപോലത്തെ സംഗതികളൊക്കെയാണ് ഇന്ത്യക്കുള്ളിൽ ചിലരിരുന്ന് കാണിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് വീണ്ടും അമേരിക്കയുടെ കാല് പിടിക്കുകയാണ്. അമേരിക്ക എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രോക്സി ആയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ പെരുമാറുന്നത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഇന്ത്യ ഡിനൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനകത്ത് വന്ന് ഇടപെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് അമേരിക്ക ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പം ഇന്ത്യ ഇതിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നില്ല. അവരുടെ പ്രോക്സി അല്ല അഫ്ഗാനിസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഒരിക്കലും ഇന്ത്യയുടെ പ്രോക്സി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരു സോവറൈൻ സ്റ്റേറ്റ് ആണെന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും അവരുടെ ബോർഡർ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയാണെന്നും അതിനു വേണ്ടിയിട്ട് ഇന്ത്യ എല്ലാ സഹായവും ചെയ്യുന്നുള്ളത് ഓപ്പണായിട്ട് നമ്മളുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തന്നെ സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖ്വാജ ആസിഫ് ഇതിനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അങ്ങ് തലതിരിച്ചിടുകയാണ്.
ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, നമ്മൾ പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ഡുറാൻഡ് ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലൈനിനെ ചൊല്ലി, ആ ഒരു ഇമാജിനറി ബോർഡറിനെ ചൊല്ലി തർക്കമുണ്ട്. അത് ഇന്ത്യ ഉണ്ടാക്കിയ തർക്കമല്ല, അത് ബ്രിട്ടീഷുകാർ വരച്ചു കൊടുത്ത ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പ്രോക്സി ആയിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതിന്റെ തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിൽ കിടക്കുന്ന റെഫ്യൂജികളുണ്ട്, അഫ്ഗാൻ റെഫ്യൂജികൾ. ഈ അഫ്ഗാൻ റെഫ്യൂജികളെ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പാകിസ്ഥാനികളുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കുറേ റെഫ്യൂജികളുണ്ട്. ഇറാനിൽ നിന്ന് വന്ന റെഫ്യൂജികളുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ഖൈബർ പഖ്തൂന മേഖലയിൽ നിന്നും അടിച്ചിറക്കിയ റെഫ്യൂജികളുണ്ട്. ഇവരെല്ലാം തന്നെ അവിടെ റെഫ്യൂജി ക്യാമ്പുകൾ കിടക്കാണ്. 40-40 വർഷങ്ങളായിട്ട് അവിടെ റെഫ്യൂജി ക്യാമ്പുണ്ട്. ഈ ക്യാമ്പുകളിലൊക്കെ ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ UN നിന്ന് വരുന്ന ഫണ്ടുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ UN നിന്ന് ഫണ്ട് വരാന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സൈഡിലുള്ള ക്യാമ്പുകൾക്ക് പാകിസ്ഥാനാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ മെജോറിറ്റി ക്യാമ്പുകൾക്ക് പാകിസ്ഥാൻ സെർവ് ചെയ്യാനുള്ള റൈറ്റ്സ് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് UN ഒരാൾക്ക് 100 രൂപ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ 50 രൂപ ആ ജനങ്ങൾക്ക് പോകുമായിരിക്കും, ബാക്കി 50 രൂപ പാകിസ്ഥാൻ ഗവൺമെന്റിനാണ് പോകുന്നത്. അവരതിനെ ഈ പൊളിറ്റീഷ്യൻസും അതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഇതങ്ങ് കൈയിട്ട് വാരാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ റെഫ്യൂജി ക്യാമ്പുകളൊക്കെ ഇപ്പോൾ ഇന്ന് അടിച്ച് നിരത്തിയിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനെ നേരിട്ട് അടിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വൈരാഗ്യം, അഫ്ഗാനിസ്ഥാൻ തുടരെ പാകിസ്ഥാനോട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വൈരാഗ്യം തീർത്തത് മൊത്തം ഈ റെഫ്യൂജി ക്യാമ്പുകളിലാണ്. ഈ റെഫ്യൂജി ക്യാമ്പുകളിൽ തുടർച്ചയായിട്ട് പാകിസ്ഥാൻ അറ്റാക്ക് നടത്തി നിരവധി പേര് ബോംബിട്ട് അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഈ രീതിയിലാണ് പാകിസ്ഥാന്റെ പെരുമാറ്റം. ആ അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലും വന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതേ അവസ്ഥയിൽ അസീം മുനീർ ആണെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ന്യൂക്ലിയർ ബോംബ് ഇടും എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ വിരോധാഭാസങ്ങളും കോമഡിയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇന്ത്യ സൂൺ വിൽ സ്റ്റോപ്പ് റഷ്യൻ ഓയിൽ പർച്ചേസ്. അതായത് റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യ വൈകാതെ തന്നെ വിട്ടുനിൽക്കുമെന്ന് വീണ്ടും രണ്ടാമത്തെ തവണയും ട്രംപ് റിപ്പീറ്റ് ചെയ്യാണ്. ട്രംപ് ഈ കോമഡി തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്ത്യ എന്തെങ്കിലും ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് കള്ളമാണോ സത്യമാണോ എന്ന് മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ ആവർത്തിച്ച് ഈ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ പുതിയ ശൈലി. മൂന്നാമത്തെ തേജസ് MK-1A എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ യൂണിറ്റ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് HAL നാസിക്കിലാണ്. അതായത് ഓൾറെഡി തന്നെ 2 യൂണിറ്റ് നമ്മൾ റെഡിയാക്കി എല്ലാം സെറ്റാക്കി ഫുൾഫിൽ ആയിട്ടുണ്ട്. ഒരെണ്ണം ട്രയൽ റൺ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ നമ്മൾ കാർബൺ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ബ്രേക്ക് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമായിട്ടാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഈ കാർബൺ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ട്രയൽ റൺ സക്സസ്ഫുള്ളി പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ വെക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. അത് എങ്ങനെയാണ് അത് 250 കിലോമീറ്റർ വേഗത്തിൽ വന്നാലും 250 km/h ആ വേഗത്തിൽ വന്നാലും അങ്ങനെ പെട്ടെന്ന് തന്നെ ജാമായി നിൽക്കാനുള്ള ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ആ രീതിയിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ചങ്ങല, വടം, റോപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് പണ്ട് നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇപ്പം ഈ ഒരു കാർബൺ ബ്രേക്കിംഗ് സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര ഫൈൻ ടച്ചാണ്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് ഇതുവരെ 25,000 കോടി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 25,000 കോടി. ഇത് നമ്മൾ 2029 50,000 കോടിയായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾ ഈ ഒക്ടോബർ 18 തേജസ് MK-1A എന്ന് പറഞ്ഞ ആ ഒരു ഫൈറ്റർ ജെറ്റിന്റെ പൂർണ്ണ രൂപം നമ്മൾ തയ്യാറാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അത് വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ട്രയൽ റണ്ണൊക്കെ പൂർത്തിയാക്കി നമ്മൾ പെർഫെക്റ്റ് കണ്ടീഷൻ, അത് കംപ്ലീറ്റഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. US സെനറ്റർ ജിം ബാങ്ക്സ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്ന മരുന്നുകൾക്കൊക്കെ ക്വാളിറ്റി ചെക്ക് നടത്തണം. ക്വാളിറ്റി ചെക്കപ്പ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചുമ മരുന്നിൻ്റെ വിഷയം നമ്മൾ ലാസ്റ്റ് വീക്ക് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനി ശ്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഇപ്പോൾ 22 കുട്ടികൾ മരണപ്പെട്ട ഒരു കേസ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ ചെയിൻ ഓഫ് ഈവൻറ്റ് ഇങ്ങനെ പോവുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഇപ്പോൾ ഇതിന് നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ആ നിർദ്ദേശത്തിന് പ്രകാരം ഇപ്പോൾ FDA, അമേരിക്കയിലെ FDA ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന എല്ലാ മരുന്നുകളും പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ചെറിയ വിഷയം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് ഈ ഒരു വിഷയം ഇനിഷ്യേറ്റ് ആയത്. ഒന്നാമതേ ഇന്ത്യക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് അറിയാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പിടിച്ച് തൂങ്ങാം എന്നിരിക്കുന്ന സാഹചര്യം. കാരണം അവർക്ക് കംപ്ലീറ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുള്ളത് ആൻറ്റി ഇന്ത്യ പോളിസിയാണ്. ആ പോളിസിയിൽ മുന്നോട്ട് പോകുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ലോട്ടറിയാണ്. അപ്പോൾ അവരത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ US സെനറ്റർ ഇപ്പോൾ ഈ ഒരു കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു നല്ല വിഷയമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇത് അപ്രൂവ് ചെയ്യും. ഇനിയിപ്പോൾ എല്ലാ മരുന്നുകളും ഇഴകീറി അങ്ങ് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും ഇനി ഒന്നുകൂടെ റീവെരിഫൈ ചെയ്തിട്ടായിരിക്കും അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത്. എന്തായാലും നല്ലത് തന്നെയാണ്, ഇല്ലാന്നില്ല. അതായത് അമേരിക്കയിൽ ഒരു ക്വാളിറ്റി ചെക്കപ്പ് ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. മരുന്നാണ്, അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവർ ചെയ്തോട്ടെ. പക്ഷെ എന്നാലും ഇത്
പല ക്വാളിറ്റി മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് കമ്പനികളെയും ഈ ചില പ്രത്യേക ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈം മിനിസ്റ്റർ മോദി ഈജിപ്ഷ്യൻ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഗാസ സീസ് ഫയർ ഡീൽ സാധ്യമാക്കിയതിനെ കുറിച്ചുള്ള ഒരു അപ്രിസിയേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇന്നലെ ഞാനൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. കൊച്ചിൻ ഷിപ്പ് യാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെൻറ്റ്, അതായത് ഫ്രാൻസ് കമ്പനി നടത്തുന്ന എഗ്രിമെൻറ്റ് 6 ഷിപ്പ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറാണ് കൊച്ചിയിലേക്ക് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഷിപ്പിൽ അതിനകത്ത് LNG കണ്ടെയ്നർ ഷിപ്പ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിലൊരു കറക്ഷൻ ഉണ്ട്. ആ കറക്ഷൻ എന്ന് പറഞ്ഞാൽ LNG എനർജിയിൽ പ്രവർത്തിക്കുന്ന ഷിപ്പ്, കണ്ടെയ്നർ ഷിപ്പ്, അതാണ് അതിനകത്ത് ഒരു ചെറിയ കറക്ഷൻ. ആ കറക്ഷൻ കൂടി ഞാനിവിടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 6 കണ്ടെയ്നർ ഷിപ്പുകളാണ്, കണ്ടെയ്നർ ക്യാരി ചെയ്യുന്ന ഈ 20 ഫുട്ട് അതേപോലത്തെ വലിയ കണ്ടെയ്നറുകൾ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റിയുള്ള ഷിപ്പുകളാണ് ബിൽഡ് ചെയ്യുന്നത്. അത് LNG എനർജിയിൽ പ്രവർത്തിക്കുന്ന ഷിപ്പുകൾ. മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള സുനിത ടൂൾസ് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി 126 കോടി ബഡ്ജറ്റോടുകൂടി ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രിപ്പിൾ ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ട്രിപ്പിൾ ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു 126 കോടി ഇവർ ബഡ്ജറ്റ് ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുനിത ടൂൾസ് എന്ന് പറയുന്നത് ഈ ആർട്ടിലറി ഷെൽ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1,10,000 യൂണിറ്റ് ആണ് സോഫാർ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് എക്സ്പാൻഷൻ ചെയ്യുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് 3,60,000 ട്രിപ്പിൾ ആർട്ടിലറി ഷെൽസ് ഉൽപ്പാദിപ്പിക്കാനാണ് അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 126 കോടിയുടെ ബഡ്ജറ്റ് എക്സ്പാൻഷൻ അവർ നടത്തുന്നത്. സുനിത ടൂൾസ് മഹാരാഷ്ട്ര ബേസ്ഡ് കമ്പനിയാണ്. ഇന്ത്യക്കുള്ളിൽ ഈ രീതിയിൽ മാസ് പ്രൊഡക്ഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു ഹിസ്റ്റോറിക് ടേൺ അറൗണ്ട് ന്യൂസുമായിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ UK ചെന്ന് വെയിൽസിൽ ബ്രിട്ടീഷ് പൈലറ്റുകളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, മിലിറ്ററി പൈലറ്റുകളെ. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.